ചേച്ചി 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 ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കേ ദേ ദേ ഈ സാരി കണ്ട ഈ സാരി ചേച്ചിക്ക് എപ്പോഴത്താലും പൊള്ളിയാ അടിപൊളിയാണ് ഇത് എടുത്തോണ്ട് വാ ഈ സാരി എടുത്തോണ്ട് വന്നാലേ തങ്കഞ്ചേട്ടത്തെ കണ്ട ദേവത പോലെ ഇരിക്കും വെറുതെ അല്ലതോ ചോദിച്ചോ ലില്ലിപ്പണ്ണിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ചേച്ചിക്ക് സാരി ഉടുത്താ പൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാരി ഉടുത്തിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഈ സാരി ഉടുത്താ ചേച്ചി ദേവതയെ പോലെ ഇരിക്കും സൂപ്പറാ നല്ല ദേവതയായിരിക്കും എഴുന്നേറ്റ് ഞാൻ ഞൊറി പിടിച്ചത് എഴുന്നേറ്റ് ഞാൻ ഞൊറി പിടിച്ചത് ഞാൻ നല്ല സൂപ്പറായിട്ട് നരച്ച സാരി ഉടുത്തിട്ടല്ലേ ഞാൻ പോണത് എത്ര പ്രാവശ്യം ഞാനിത് ഉടുത്തതാ ഞാനൊരു കല്യാണത്തിനും കളവണത്തിനും വരുന്നില്ല ഇത് നല്ലതാ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി ഒന്നാമത് ഏട്ടൻ പോലും ഇല്ല അമ്മാവന്റെ ബന്ധുക്കാർ ആരുമില്ല എന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായിക്ക് അത് എന്തൊരു നാണക്കേടായിരിക്കും അല്ലേ കല്യാണത്തിന് വരുമ്പോഴേ അമ്മായിയുടെ മുമ്പിൽ നാണക്കേട്ടോട്ട് അമ്മാവൻ തല കുനിച്ചിരിക്കും തങ്കമണി വന്ന് ആലോചിച്ച് നോക്കുമല്ലോ അതുകൊണ്ട് എന്തുടുത്തിട്ടാലും കല്യാണത്തിന് പോയാൽ നീ മിണ്ടരുത് നീ ഇവിടുത്തെ ആരെങ്കിലും ആണോ നീ ഇവിടുത്തെ ആരുമല്ല ഞങ്ങളുടെ കുടുംബം ആലോചിക്കാൻ ഞങ്ങൾക്കറിയാം വലിയൊരു ഗ്രഹനാഥം വന്നേക്കുന്നു എന്നാ പിന്നെ നിങ്ങൾ കൊടുങ്ങാവളക്കാരെല്ലാരും കൂടി അങ്ങ് പോ ഞാൻ വരുന്നില്ല എന്തിന് കൊടുങ്ങാവളക്കാരും അങ്ങനെ പോണില്ല ഇത് കൊടുങ്ങാവളക്കാരെ ബന്ധുവല്ലല്ലോ നിന്റെ ബന്ധുവല്ലേ അമ്മായി അവ കല്യാണത്തിന് അങ്ങനെ നീ പോണില്ല ആരും പോണില്ല അത്രേ ഉള്ളൂ അയ്യോ ഇപ്പൊ എന്താ ശൗര്യം അല്ല ഭാര്യക്ക് ഒരു തുണി പോലും മേടിച്ചു കൊടുക്കാത്ത നിങ്ങൾ വലിയ വർത്താനം പറയണ്ട ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ വന്നേക്കുന്നു വലിയ മോളെ കുറച്ച് പൈസ വരാനുണ്ടായിരുന്നു ഞാനത് വരുമെന്ന് വളരെ പ്രതീക്ഷിച്ചു അത് വന്നില്ല അതുകൊണ്ട് പറ്റിപ്പോയതല്ലേ ഈ വരുന്നില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് പ്രതീക്ഷകളാണല്ലോ പിന്നെ അതെ നീ വിഷമിക്കരുത് നിനക്ക് 2 ദിവസം കഴിഞ്ഞ് നല്ലൊരു സാരി ഞാൻ വാങ്ങിച്ചു പൈസ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനാ സാരി പുഴുങ്ങി തിന്നാനാ ഇനിയും കല്യാണങ്ങൾ വരുമല്ലോ അപ്പൊ നിങ്ങൾ കൊടുത്തുണ്ടോ വെള്ളം മാറ്റിട്ട് നിങ്ങളൊരു സാരി ചുറ്റിക്കൊണ്ടു വെക്കോ എന്നാ പിന്നെ ഇതിലുള്ള എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ആങ്ങളെന്നോട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ കനുവിനോട് പറഞ്ഞാ എനിക്ക് 10 സാരി മേടിച്ചു തരും 10 സാരി അറിയാവോ തങ്ക അവൻ ഇപ്പൊ പ്രതികളെ കൊണ്ട് കോടതിയിലൊക്കെ പോയിക്കാണ് ഇനി അവൻ സാരി വാങ്ങിക്കാൻ നടക്കാൻ പറ്റുമോ അവന് ഞാൻ പറഞ്ഞ അവൻ പ്രതിനെ വഴിയിൽ നിർത്തിയിട്ട് എന്റെ അടുത്ത് വരും കാണണോ നിങ്ങക്ക് അയ്യോ അത് വേണ്ട ചിലപ്പോ നിന്റെ ആങ്ങളെ വന്ന് കളയും നീ അങ്ങനെ വന്നാൽ പ്രതികൾ എവിടെയും കളഞ്ഞിട്ട് വന്ന് അവന്റെ ജോലിയും പോകും എന്റെ പെങ്ങളും പിള്ളേരും വഴി ആധാരാവും നിങ്ങക്ക് മാനർച്ച വർത്താനം ഉണ്ടല്ലോ ഒരു പ്രയോജനമില്ലാത്ത ദിവം പോലും ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ റോസ്മേരിക്ക് സാരി എടുത്തു കൊടുക്കും ചോദിച്ചു നോക്ക് നിങ്ങള് അതുപോലെ ജീവന് കൊതിയില്ലാത്ത സമാധാനത്തിന് വേണ്ടി അല്ല എൻ്റെ ഒരു സാരി ഉണ്ട് ചേച്ചി മറ്റേ മഞ്ഞയില് റെഡ് പൂക്കളുള്ള ചാണകപ്പച്ച ബോർഡറുള്ള അതിന് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളു ആരും കണ്ടിട്ടില്ല അമ്മയുടെ അതെടുത്തോണ്ട് വരട്ടെ അല്ലല്ല എന്നൊരു കാര്യം ചെയ്യും ഇപ്പൊ നീ എടുത്ത് വെച്ച സാരി എനിക്ക് തന്നിട്ട് നീ ആ മഞ്ഞയിൽ ഇതുള്ള സാരി കൊടുത്തോ എന്ത് പുതിയ സാരിയാ അയ്യോ അത് പറ്റത്തില്ല ഞാൻ എന്റെ ബ്ലൗസ് ഒക്കെ തയ്ച്ചു വെച്ചിരിക്കുവാ തേച്ച് വെച്ച സാരിക്ക് ഞാൻ എന്ത് ബ്ലൗസ് ഇടും ഇതിന്റെ ബ്ലൗസ് ഇടാം ഈ സാരിയുടെ ഈ കളർ മാച്ച് ആവും ആ ബ്ലൗസ് ഇല്ലേ ഇല്ല അത് ശരി പറ്റും നീ എന്നാരെങ്കിലും ബ്ലൗസ് എടുത്തിട്ട് അത് പറ്റൂല ചേച്ചി അപ്പൊ ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും അമ്മയുടെ വീട്ടുകാരൊക്കെ എന്ത് നന്നായിട്ട് വരുമെന്നറിയാമോ വില കൂടിയ പട്ട് സാരി കൈ നിറച്ച് സ്വർണവും മാല എല്ലാം ഇട്ടിട്ടേ വരുള്ളൂ ഞാൻ ഈ ലക്ഷങ്ങളുടെ സാരി ഒന്നുമല്ലല്ലോ ചോദിച്ച 1000 രൂപയുടെ സാരി എടുത്തല്ലേ പറഞ്ഞോളൂ അതുപോലെ തന്നില്ല കയ്യേലും ഇല്ല കാതേലും ഇല്ല ഞാൻ വരുന്നില്ല മാറങ്ങോട് ഇരിക്കുന്നു ദ്രോഹി കഷ്ടമാണ് 1000 രൂപയുടെ സാരി വാങ്ങിച്ചു കൊടുക്കണം നീ നിനക്ക് മഞ്ഞ നന്നായിട്ട് ചേരും നീ അല്ല അത് നീ കൊടുക്ക് എന്നിട്ട് മറ്റേ നീ കൊടുക്ക അയ്യടാ വേണ്ട അത് കൊടുക്കൂല 4 കൂട്ടം പായസവും പരിപ്പും പപ്പടം എല്ലാം കൂട്ടി ഒരു ഗംഭീര കല്യാണ സദ്യ കഴിക്കേണ്ട സമയത്ത് ക്യാബേജ് വരണേ അവിയലും ചോറും നീ കഴിക്കണ്ടേ ജീവൻ നിലനിർത്തണ്ടേ കഷ്ടം തന്നെ കേട്ടോ നിന്റെ കാര്യം ഞാനേ ഒരേ ചോദിച്ചുള്ളൂ നിങ്ങൾ മൂത്തോട്ടൊക്കെടാ റോസ്മേരിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലേ ഞാൻ നന്നായിട്ടേ അധ്വാനിക്കുന്നുണ്ട് നിന്റെ അധ്വാനം ഞാൻ കാണുന്നുണ്ട് കുറേ നാളായിട്ട് അതിനെക്കുറിച്ച് നീ പറയല്ലേ കഴിക്കാത്ത ഒരാള് കഴിച്ചു വെച്ചപ്പോൾ ഒരു 10 കിലോ എങ്ങനെ മച്ചമ്പിക്ക് കൂടിക്കാണ് ഈ അടുത്ത സമയത്ത് നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഞാൻ ഇപ്പോൾ ഒരു 10 കിലോളം കുറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്യണത് കുത്തുവാക്കുകൾ കേട്ടിട്ട് കുത്തുവാക്ക് അങ്ങനെയല്ലേ പറയണത് ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാടാ മനുഷ്യന് ഭക്ഷണം ഇറങ്ങണത് അവർ പറഞ്ഞതിനകത്ത് എന്താ കുറ്റം 1000 രൂപയുടെ സാരി പിടിച്ചു കൊടുത്താൽ തീരുന്ന കേസല്ലേ ഉള്ളായിരുന്നു ഞാനേ
അൻസാറിൻ്റെ കൊച്ചാപ്പാട മറ്റേ റെജില ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അവിടെ പോയി ഞാൻ സാരി നോക്കി. അതെന്ത് മേടിക്കാൻ ഞാൻ മേടിക്കാൻ നിന്നെ പോലെ ലോക്കലല്ല ഞാൻ. പറഞ്ഞോണ്ട് മച്ചമ്പി റിച്ച് ആണല്ലോ. ആണ് എടാ, എന്നെ പോലെ ഒരാൾ വെള്ളയിട്ട് ആ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം കാണിക്കുന്നത് 5000-ൻ്റെയും 10,000-ൻ്റെയും സാരികളാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ എടുക്കാനൊക്കെ നോക്കി വെച്ചു. ഇച്ചിരി പൈസ എനിക്ക് വരാനുണ്ട്, അത് വന്നിട്ട് എടുത്തു കൊടുക്കാമെന്നുള്ള ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഇത്രയും ബഹളമാണെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ എൻ്റെ കിഡ്നി വിറ്റെങ്കിലും ഞാൻ ആ സാരി എടുത്തു കൊടുത്തേനെ. ആ നിങ്ങൾ കഴിച്ചാ നന്നായി. എന്റെ പൊന്നെ, വേണ്ടാത്തൊരു കഴിക്കണ്ട. എന്തൊരു ദേഷ്യം! ഓ എന്റെ പൊന്നോ, കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, ദേഷ്യം വന്ന് എനിക്ക്. അവിടെ ഇരിക്കട്ടെന്ന് കൊറേ പ്രാവശ്യം ഞാൻ വിളിച്ചു വരുന്നില്ലെന്ന് പറയണ്ടായിരുന്നു നീ. ഞാൻ പറഞ്ഞ ചേച്ചി, ഞാൻ ഇവിടെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനും റൊണാൾഡോ ചേച്ചനും ക്ലീറ്റോ ചേട്ടനും കൂടെ ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വാ 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 എന്ന്. ആ പറഞ്ഞതിനകത്ത് ചെറിയ തിരുത്തുണ്ട്. എന്ത്? ഞങ്ങൾ ഇവിടെ ആരും കഴിയാൻ ഞങ്ങൾ എടുക്കുമ്പോഴത്തേക്കും തങ്ങച്ചേർത്ത് വിളിക്കാൻ താഴോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് പറയുന്നത് ഞങ്ങൾ എടുക്കേണ്ടത് ഒരുമിച്ച് കഴിയും. ആ പറഞ്ഞു കൊടുക്കണമായിരുന്നു. എന്തുവാ? ഒന്നും പറഞ്ഞു മനസ്സിലായി. ഡേ, നീ വായിക്കാതിരിക്കണം, അങ്ങോട്ട് ഇറക്ക്. പറഞ്ഞിടത്തോളം മതി. വേറെ എന്തോളം പറഞ്ഞു? വേറെ നമ്മളെ മാത്രമല്ല പറയണം, നമ്മുടെ കുടുംബത്തിനെയും പറയുന്നുണ്ട്. കൊടുങ്ങാവിളക്കാര് മൊത്തം മടിയന്മാരാണ്. ആ എന്തേ മടിയന്മാരാണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലല്ലോ. കഴിക്കേച്ചി, എനിക്കറിയാം. നല്ല തോരന. അതെനിക്ക് വേണ്ട, നല്ല തോരനാണെങ്കിൽ. ദേ, എൻ്റെ ആങ്ങള ചോര നീരാക്കി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് എനിക്കുള്ള അധികാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ വേറെ ആർക്കും. അധികാരമൊക്കെ കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷെ നീ കൊടുങ്ങാവളക്കാരെ പറ്റി എന്തോ പറഞ്ഞല്ലോ, അതെന്താണ്? കൊടുങ്ങാവിളക്കാര് മൊത്തം മടിയന്മാരാന്ന്. എന്താ വ്യത്യാസം? ഓ, എന്ത് മടി? ഞങ്ങൾ വീരശൂര പരാക്രമമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. പരാക്രമം? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മര്യാദക്ക് ജോലിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അത് പണി വരുന്നതനുസരിച്ച് പോകും. പണി വരുന്നതനുസരിച്ച് ഉണ്ട പോകും നീ. ഒന്നല്ലെങ്കിൽ ടൂൾ ബോക്സ് വിൽക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ആവശ്യം അതിന് മാത്രം പണിക്ക് പോകും. എന്നിട്ട് അതുകൊണ്ട് പോയി പുട്ടടിക്കും. അതല്ലാതെ നീ എന്താ ചെയ്യണത്? നിങ്ങൾ മുഖം പഠിപ്പിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇവന്റെ മൂത്തതാ. ഞാൻ എന്റെ മൂത്തതാണ്. ആ മൂപ്പല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ജോലി? നിങ്ങളുടെ കൊച്ചിനോട് ഒരാൾ ചോദിക്കുക എന്താ മോളുടെ അച്ഛന്റെ ജോലി എന്ന് വെച്ചാൽ ആ കൊച്ചെന്ത് പറയും? അതെ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാണ് ഞാൻ എന്ന് എന്റെ മോക്ക് നന്നായിട്ട് അറിയാം. 10 പേരോട് പറയാൻ പറ്റുന്ന ജോലിയാണോ അത്? ആണോ? നിങ്ങളുടെ കുടുംബം മൊത്തം മടിയന്മാരാ. നിർത്തിക്കേ. ഇവർ രണ്ടുപേരും മടിയന്മാരാ. അപ്പൊ ഞാനോ? അതെ, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പൊ ഞാനല്ലേ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത്? അവൻ ചേച്ചി കാണാത്തത്? ഇറക്കട്ടെ. ഇറക്കിയിട്ട് പറഞ്ഞാ മതി. സമയമെടുക്കും. പറയാം. നീ എന്ത് പണി ചെയ്യുന്നത്? ഒരു പണി ചൂലെടുത്ത് 4 വര വരയ്ക്കുന്നതോ? എൻ്റെ അമ്മ പാവം, എൻ്റെ അമ്മ ചെയ്യും, എൻ്റെ ആങ്ങളെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മള് ഡാൻസ് പഠിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ തിത്തക്കം എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. എന്നിട്ട് അവിടെ പോയി 4 ചാട്ടം. അതാണ് ജോലി. വായിരിക്കുന്ന കേക്കുവേ. വായിരിക്കണേട്ടാ ഞാൻ തിരിച്ചു ചേട്ടാ. ഇല്ലേ, 2 കൈ കൊട്ടിയപ്പോലെ ശബ്ദം കേട്ടോളൂ ഇല്ലേ? അതുകൊണ്ട് ഒരു കൈ വെച്ചോണ്ട് മിണ്ടാതിരിക്കുക. പക്ഷെ ഒരു കർണത്തെ അടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ കർണം ഞാൻ കാണിച്ചു കൊടുക്കൂല. അത്രയും വിശാല മനസ്സൊന്നും എനിക്കില്ല. അത് വേണ്ട, അതൊന്നും വേണ്ട. നമുക്കൊരു മാന്യത ഉണ്ട്, അതാ ഞാൻ മിണ്ടാതെ. കാത്തു സൂക്ഷിക്കാം. കനകൻ ശരിയാക്കി തരാടി. നിന്നെ നിങ്ങളെ ശരിയാക്കി തരും ഞാൻ. കണ്ട, ഞാൻ എന്തെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. ഇപ്പൊ ആ യക്ഷി എന്തൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കും. ചോദിക്കാൻ പറ്റാ. അപ്പൊ നമുക്കറിയാം എന്താ ഏട്ടൻ വന്ന് എന്നെ വല്ല പറഞ്ഞു. അവയില്ലടി, അവളെ വായിരിക്കണം കേട്ടോണ്ട നമുക്ക് എന്താ? ഇല്ല, വരുന്നില്ല. വരുന്നില്ലെന്നേ. പ്രശ്നമാ? എന്ത് പ്രശ്നം? ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നം തീർക്കാൻ ഞാൻ ഇനി വരത്തില്ല. വിട് 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 വിട്. പ്രശ്നമല്ലേ? വന്നേ വിട്. എന്റെ പൊന്നല്ലേ, എന്റെ പൊന്നല്ലേ. എന്താണ് ഡീല്? ഇന്നത്തെ കല്യാണത്തിന് വരാഞ്ഞ് എന്താ? എന്താ വരാഞ്ഞ്? എന്താ? അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്. നമ്മൾ ഉറങ്ങിപ്പോയി അല്ലേ? ഉറങ്ങിപ്പോയി.
ഉറങ്ങിപ്പോയത് നന്നായി. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് തന്നെ പെണ്ണിനും ചക്കനും കാണാൻ പറ്റില്ല. ഓ എന്റെ കമ്മൽ കാണാൻ പറ്റുന്നുണ്ടോ തങ്കം? ദൂരെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓ ആ എനിക്ക് അത് മതി. അവളുമാരൊക്കെ എന്തായാലും കണ്ടു കാണും. ഓ, സമാധാനമായി. എന്താ ഇത്? കല്യാണത്തിന് പോയതല്ലേ? അല്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണ് വരണതേ. അപ്പൊ ഒട്ടും മോശമാക്കാൻ പാടില്ല എന്ന് ഇവള് പറഞ്ഞപ്പോ നമുക്കും ഒട്ടും കുറവില്ലല്ലോ, നമുക്കും ആവാലോ. സത്യം പറഞ്ഞാൽ ഒരുങ്ങി അമ്മായിയെ കണ്ടോണ്ടല്ലോ ഒരു ദേവത കണ്ട പോലെ. ഷോ അവിടെ കണ്ട എല്ലാവരും അങ്ങനെ എന്നോട് പറഞ്ഞ്. രാവിലെ ആരായിരുന്നു ദേവത? അപ്പൊ ഒരു ദേവതയല്ലല്ലോ, ഒരുപാട് ദേവതമാരില്ലേ? ഇത് വേറൊരു ദേവത. ഐശ്വര്യ ദേവത. അതെ. ആ ശരിയാട്ടാ. അമ്മായി ദേവത, അമ്മാവൻ ദേവൻ. അതെ, കാമദേവൻ. ഇല്ല, എത്ര ദേവന്മാരുണ്ടാ? എന്താ നീ എന്നെ കാമദേവൻ എന്ന് വിളിച്ച്? എനിക്ക് കാമണ്ടോടാ? ദേവൻ എന്ന് നീ പറഞ്ഞ നാട്ടിലേക്ക് ചോദിച്ചോക്കടാ, എന്റെ സ്വഭാവം എല്ലാവരും പറഞ്ഞു തരും. അവൻ ഉദ്ദേശിച്ചത് ദേവേന്ദ്രൻ. ദേവൻ പറഞ്ഞതിന് മാറിപ്പോയത് അമ്മാവ. അവൻ അറിഞ്ഞൂടല്ലോ, അവൻ ഇതറിയില്ലല്ലോ അവന്. പക്ഷെ ഉണ്ടല്ലോ, അമ്മാവനും അമ്മായി നല്ല രസം കാണാൻ. ഈ മാല പുതിയതാണ്. എത്ര പവനുണ്ടത്? ഇത് 10 പവനും പിന്നെ കുറച്ചും കൂടി ഉണ്ട്. ആണോ? നല്ല ഭംഗി. അയ്യോ, കുറച്ചും കൂടിയല്ല, നല്ലോണം തോന്നിക്കൂട്ടോ. നല്ല പൊലിമ. അമ്മാവൻ ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ, നല്ലൊരു പ്രൗഢി, ഒരു രാജ പ്രൗഢി. അല്ലെങ്കിൽ നമ്മളൊക്കെ തറവാട്ടുകാരല്ലേടി. നല്ല തറവാടുത്ത്, നല്ല തറവാടുത്ത് അല്ലേ? എന്താ ഇല്ല, തറവാടിത്തുണ്ടെന്ന്. തറവാടുത്തുണ്ടെന്ന് പറഞ്ഞ കൊടങ്ങാവിള. ആ, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ചെറിയൊരു അഹങ്കാരമുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ അമ്മായി. ഒന്നും ഞാൻ ഒരു പൈനൂട് എടുക്കാൻ തുള്ളി വെച്ച് തുള്ളി ഒഴിക്കാം. മഴ പെയ്യണം തുള്ളി തന്നെ. നിങ്ങൾ ഞാൻ അവർ ആരേടെ എടുക്കാറുണ്ട്, പുള്ളി എടുത്തായിരുന്നു. നിങ്ങൾ ഈ ആരെ പിടിച്ചോണ്ട് നമ്മൾ എന്തെങ്കിലും ആണ്. ഇതൊരു സുഖമല്ലേ? ഇത് നിനക്ക് മേടിച്ചതാണ്. എന്താ ഒരു അബ്രാം എന്താ എന്റെ തങ്ക് ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പിച്ച എടുത്ത് കടിച്ചു കുറച്ച് അത് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത് മേടിച്ച്? ഇതിൽ വേണ്ടെങ്കിൽ പുല്ലും വയ്ക്കോലും കഴിക്കും. സൈഡിൽ കിടക്കുന്ന അത് കഴിച്ചോ. ഭയങ്കര കോമഡി എടുത്ത എന്റെ തങ്കന്റെ ഗിരിജമോള് തരുന്നുണ്ടില്ലേ, അത് കഴിക്ക്. തിരിച്ചപ്പോളോ? ആ ലില്ലേ, അവിടെ ചായപ്പൊടിയും മറ്റേ ഉണക്കമുളകും ഉപ്പുണ്ടെങ്കിലേ ഒന്ന് എൻ്റെ മുത്തിനെ ഒന്ന് ഒഴിഞ്ഞടുപ്പിലിടട്ടോ. ആ കല്യാണത്തിന് പോയോടത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ആഭരണം കെട്ട് നിൽക്കണ പിള്ളെ കണ്ടിങ്ങനെ അന്തം വിട്ടിരിക്കുക. ചിലര് പറയണേ മറ്റേ ദേവത അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ ഉണ്ട്. അത് ശരിയമ്മോ, കറക്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ വരവായിരുന്നു, എന്തായിരുന്നു അവരുടെ എടുപ്പ്. കാവിലെ ദേവി നേരിട്ട് എഴുന്നള്ളിയാണോ എന്നൊരു തോന്നുന്നു. മഞ്ജുവാരി ഇറങ്ങിയ മോഹൻലാലോ അഞ്ചുപേരുടെ ഇവിടെ ഏത് സ്ത്രീകളും എന്റെ മുത്തിന്റെ ഏഴയലത്ത് വരും. ഇവിടെ നോക്കി നോക്ക്, കൊന്നത്തെ ചന്ദ്രൻ ഉദിച്ച പോലെ. ഇപ്പൊ ഒഴിഞ്ഞിടണം, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയാ. അത് ഒഴിഞ്ഞിടാൻ മറക്കരുതിട്ടോ. അമ്മാവനെ കൂടെ പറഞ്ഞു തീർന്നിട്ട് ഒഴിഞ്ഞിട്ടോ. അപ്പൊ അതും കൂടെ ആ ദോഷം കൂടെ അങ്ങ് പോട്ടെ. അതെ, എടുത്ത് വെക്കാല്ല. ആ എടുത്ത് ഞാനിന്ന് കണ്ടോ അവളുമാര് പോയത് കണ്ടോ? അവളുമാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അല്ലല്ല, സത്യം തന്നെയാണ്. ഞാനിന്ന് മൂത്രമൊഴിച്ചിട്ട് സൂയക്കാരികള് അല്ല, അകത്ത് പോ. അകത്ത് ബാത്റൂം ഇവിടെ പോ. എവിടെ പോന്ന്? ഇങ്ങോട്ട് പോ. ക്ലീറ്റമോനെ, നല്ല നിലാവും. ആകാശത്തേക്ക് നോക്ക്, പൂർണ്ണ ചന്ദ്രത അവളുടെ മുഖംമാരി ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഞാൻ പോയിട്ടില്ല. ആദ്യാടി എപ്പ വരും എന്റെ മാമന്മാര് പൊന്നു. ഒരു ജോത്സ്യനെ പെണ്ണ് കാണിക്കണം കേട്ടോ. ഈ ആയുസ് എടുക്കാൻ വരുമ്പോ ചില അപ്പന്മാർക്ക് ഇതേപോലെ ഭയങ്കര വർണ്ണന അതുകൊണ്ട് ശാസ്ത്ര ഞാൻ കേട്ടു. എന്തൊക്കെ പുകിലായിരുന്നല്ലേ ഇന്നലെ. ഒരു കണക്കിന് കട്ടൻ ചായ നന്നായി, പിരിയത്തില്ലല്ലോ. എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു രണ്ടും കൂടെ. ഗിരിയേട്ടൻ ഇപ്പൊ ഇങ്ങനെയാ, മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത് അങ്ങേർക്കാൻ അറിയത്തില്ല. ആര് മദ്യപിച്ച? ഗിരിയേട്ടൻ. കിരിയേട്ടനാ ഇപ്പൊ അങ്ങനെയാണോ വിളിക്കുന്നത്?
ഒരു ഗിരിയേട്ടനും ഒരു ഗിരിജ. വാ. ഇതെന്ത് കിടത്തിയാ? ഗിരിയേട്ടാ, ഗിരിയേട്ടാ, എണീക്ക്. അങ്ങോട്ട് എണീച്ച്. നേരെ എത്രയെന്നറിയോ? അതെ, ഇത് ഇന്നലെ നിങ്ങൾ ആ പിള്ളേരുടെ മുമ്പ് വെച്ച് എന്തൊക്കെയാ പറഞ്ഞേ? ഇത് നാണിക്കേടായിപ്പോയെന്നറിയാവോ? എന്റെ പിള്ളേരല്ലേ? നിങ്ങളുടെ പിള്ളേരാണെങ്കിലോ അവരെന്ത് വിചാരിച്ചു കാണും? അവരാ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു, ഞാൻ കേട്ടോണ്ടിരിക്കില്ലേ. റൊണാൾഡിന്റെ ഓരോ തമാശ കടന്നിട്ട് കൂടി ഓർത്തോർത്ത് ചിരിക്കായിരുന്നു. ചിരിക്കുന്നൊക്കെ പിന്നെ ഇതങ്ങോട്ട് കുടിച്ച്. അതെ, ഇത് കട്ടനാ. മറ്റവനാന്നും കൊണ്ട് ഒറ്റ വലിക്ക് കുടിച്ചു വായ പൊള്ളിക്കും. ഒന്ന് പാടിയായിരുന്നു. അതെ, നിങ്ങളുടെ വലിയ മാലയുടെ മാല. അയ്യോ, വലിയ മാലയുടെ കാണുന്നില്ലല്ലോ. കൊണ്ടുകളഞ്ഞു. എവിടെ മാല? എവിടെ? എന്നോടാണോ ചോദിക്കുന്നേ? അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മാല ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ എവിടെ? അതല്ലേ നിങ്ങളോട് ചോദിച്ച. എന്തേ മാല? നിങ്ങളോട് മാറിക്ക്, ഞാൻ ഒന്ന് നോക്കട്ടെ. നേരെ നോക്കാതെ എവിടെ? ഇവിടെ എവിടെ അഴിച്ചു വെച്ചോ? കണ്ണാട ഇവിടെ ഉണ്ട്, വാച്ച് പോലും ഇന്നലെ അഴിച്ചു വെച്ചിട്ടില്ലേ? എവിടെ? നോക്ക്. കൊണ്ട് കളഞ്ഞു. നിങ്ങൾ മാറിക്ക്. കട്ടിന്റെ അടിയിൽ കാണുണ്ടോ നോക്കട്ടെ. എവിടെ? ഓ ഇല്ല. എടി, ഇന്നലെ കള്ളുടിച്ച സ്ഥലം എവിടെ? അവിടെ പോയൊക്കെ വാ. ദൈവമേ, അത് കൊണ്ട് കളഞ്ഞു ഈ മനുഷ്യൻ. നിങ്ങൾ എന്തിനാ ഇവിടെ തപ്പ്? നിങ്ങൾ ഇവിടെ ആണോ ഇരുന്നേ? അവിടെ ഇല്ലയോ? ഇവിടെ ഇരുന്ന്. അതുപോലും ഓർമ്മയില്ല ഇവിടെ ഇരുന്നേന്ന് പോലും. അല്ലടി, ഞാൻ ഇന്നലെ ചിക്കന്റെ ലില്ലിക്കും തങ്കത്തിനും കൊണ്ടുകൊടുത്തില്ലേ? അവരെവിടെ ഇരുന്നിരുന്നു? ആഹാ, ഞാനല്ലേ ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ട് കൊടുത്തത്. എന്ത് പറ്റി? എടി, ചേട്ടന്റെ കഴുത്തേ കിടന്നില്ല ഒരു വലിയ മാല. അത് കാണുന്നില്ലടി. അയ്യോ, അതോടെ പോയി. എനിക്കറിയാം അയ്യോ. ഇന്നലെ നമ്മള് സംസാരിക്കുമ്പോ എന്റെ കഴുത്തിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നേ. ഇവിടെയാണ് പോയേക്കണം. ഇവിടെ ഉണ്ട്. ഇവിടെ അമ്മാവിന്റെ നിങ്ങളുടെ ബെഡ്റൂമിൽ പോയി നോക്കി കൊച്ചേ. എല്ലായിടവും നോക്കി. നിങ്ങള് ചിക്കൻ കഴിക്കണടുത്ത് ഞാൻ വന്നിരുന്ന? ഇല്ല, അവിടെ ഞാൻ വന്നില്ല. ഇവിടെ അല്ലേ ഇരുന്നത്? അതെ, ഞാൻ ഇവിടെ റൂമിലും പോയിട്ടില്ല. ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. ഞാൻ റൂമിൽ 10 പവനും കണ്ടില്ലായിരുന്നോ? അതെ അതെ. ഈശ്വര, എനിക്ക് വയ്യ. അവിടെ നോക്കട്ടെ. ഞാൻ എങ്ങടെ പോയി? ഞാൻ എങ്ങടെ പോയി? ബാത്റൂമിൽ എങ്ങനെ വീണിട്ടുണ്ടാവും? ഞാൻ ഇവിടുന്ന് പുറത്ത് പോയിട്ടാ മൂത്രം ഒഴിച്ച. അപ്പൊ പുറത്തുണ്ടാവും. കളഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തൊരു ഞാൻ ഇവളോട് പറഞ്ഞതാണ് ആ മോതിരം കഴിച്ചു വെക്കുമ്പോ ചെയിന് കഴിച്ചു വെക്കാൻ. അപ്പൊ അത് കഴിച്ചു കിടന്നോട്ടെ പറഞ്ഞു. ചേച്ചി, അമ്മാവന്റെ മാല പോയി. ചേച്ചി, ഇന്നലെ ഇട്ടോണ്ട് വന്നില്ലേ 10 പവന്റെ? എന്റെ ദൈവം, 10 പവന്റെ കാണാനില്ലെന്നത്. ഞാൻ ഇന്നലെ രാത്രി അങ്ങോട്ട് വന്നോ? ആ ചിക്കനൊക്കെ മേടിച്ചിട്ട് നേരെ ഹോളില് വന്നിരുന്ന് ഞാൻ പിന്നെ അവിടുന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് വന്ന് പിന്നെ പോയി. വേറെ മൂത്രമൊഴിക്കാൻ പറമ്പേ കണ്ടുള്ളൂ. പെരക്കകത്ത് ബാത്റൂമിലൊന്നും ഒഴിച്ചൂടെ? ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ കണ്ട് മൂത്രമൊഴിക്കണം. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങോട്ട് മാത്രമേ വന്നുള്ളൂ. ഇല്ല, അവിടെ ഇല്ല. ഞാൻ നോക്കിയടാ. നോക്കട്ടെ ഒന്നുകൂടെ. എടാ, ഞാൻ നോക്കി. ചെറിയ സാധനമൊന്നുമല്ലോ. 10 പവന്റെ എത്ര വലിപ്പമുള്ള മാലയല്ലേ? ആരെങ്കിലും കിട്ടിയാ തരും അമ്മാവ. അങ്ങോട്ടൊന്നും പോയിട്ടില്ലടാ. ഞാൻ ഇവിടെ ഇന്നലെ നല്ല പിടുത്തമായിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്ക് ചന്ദ്രനാണ് ഇവിടെ ഓടി നടന്നിട്ടുണ്ടാവും ചിലപ്പോ. ചേട്ടാ, ഇവിടെ നിന്നെന്ന്. എവിടെ? അത് അമ്മാവൻ പറഞ്ഞല്ലേ. അതിന് വരുന്നുണ്ടോ? നോക്കട്ടെ ഒന്ന്. നീ അടിച്ചു വരുമ്പോ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാ? പിന്നെ ഞാൻ റോഡ് അടിച്ചു വരാൻ പോവാ. 10 പവൻ പറയുമ്പോ എത്ര രൂപ മുതലാ? അല്ല, ഇനിയിപ്പൊ തമ്പി അങ്ങനെ ആ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ തോന്നിയ ദിവസം പറയല്ലേ തമ്പിച്ചേട്ടനെ. എത്ര പേര് പോകും ഇതുവഴി? തമ്പിച്ചേട്ടൻ മാത്രമാണോ പോണത്? ഒന്നാമത് ഇമാതിരിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിലോട്ട് ഇല്ല, കനകനോട് പറഞ്ഞിട്ട് പരാതി ഒന്നും വേണ്ടല്ലേ. 10 പവന് രൂപ എത്രയായി അമ്മായി? തെരഞ്ഞിട്ട് 10 പവന് രൂപ 6 ലക്ഷം രൂപയായി. നിസാര കളിയാ. ഞാൻ വരുമ്പോ എന്റെ കഴുത്തിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവതേ. നോക്കാളെല്ലാം നോക്കിയില്ലേ? ഇവിടെയാണെങ്കിലും വന്ന് തരേട്ടാരാന്ന് വെച്ചാ. എടാ, പോലീസ് സ്റ്റേഷനിലെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അമ്മാവന്റെ മാല പോയി. അയ്യോ, എന്താ പച്ചമ്പി, അതുകൊണ്ട് സ്റ്റേഷനിൽ പരാതി പറയാൻ പോലെ പരാതിക്കാരെ പ്രതിയാവും. എന്താ ആ മാല മുക്കുവണ്ടോ?
നിനക്കവിടെ കിട്ടി? ഞാൻ രാവിലെ വർക്ക്ഷോപ്പിലോട്ട് പോരാട്ടിരിക്കുമ്പോ ഇവിടെ കിടന്നതാ, നോക്കിയപ്പോ പൊട്ടി കിടക്കുന്നു. അപ്പൊ വിചാരിച്ചത് സ്വർണ്ണമല്ലേ, പോയിട്ട് കിട്ടുമ്പോ അതിനൊരു മധുരം കൂടുമല്ലോ എന്ന് കരുതി വിളക്കി കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ ഒരു പൈൻ്റ് അടിക്കാന്ന് വിചാരിച്ച് കൊണ്ട് കൊടുത്തതാ. സ്വർണ്ണക്കടക്കാരെ കയ്യിലെടുത്തപ്പോഴാ പറഞ്ഞത് മുക്കുകൊണ്ട് വന്നു. ദൈവമേ, കുടുംബക്കാര്, തറവാടികള്. ദേ ഇങ്ങോട്ട് നോക്കിയ രണ്ടുപേരും. ഇത് മുക്ക് കൊണ്ടാണെങ്കിൽ എന്നെ എന്തിനാ ഇത്ര ആദ്യം കയറ്റിയത്? എന്റെ എന്തോരം സമയം കളഞ്ഞെന്നറിയാ. ഇവർക്കൊന്നും പറയായിരുന്നില്ല ഇത് മുക്ക് കൊണ്ടാണെന്ന്. അല്ലടി, ആ മാല കിട്ടിയില്ലെങ്കിൽ എന്റെ 4400 റുപ്യ പോയില്ലേ? ഇത് വാടകയ്ക്ക് കൊടുക്കണ ഫാൻസി കടയിൽ 5000 റുപ്യ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇവളുടെ എൻ്റെ ഈ മാലയും മോതിരൊക്കെ എടുത്തത്. ഇത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടേ കൊടുത്താൽ 600 റുപ്യ അവർ വാടക എടുത്തിട്ട് ബാക്കി 4400 റുപ്യ ഇങ്ങോട്ട് തിരിച്ചു തരും. ഈ മാല പോയി കഴിഞ്ഞാൽ 5000 കിട്ടില്ല. ആ ബേജാറില്ല ഞാൻ കടന്ന് ഓടി നടന്നു തരുന്നത്. അപ്പ അമ്മായി അത് മുക്കുകൊണ്ട് അവള് ഈ കല്യാണത്തിന് അവളുടെ എറണാകുളത്തുകാരുടെ കൂടെ ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പം നിന്നതാ. നിങ്ങൾ വലിയ തറവാടികളാ, പക്ഷെ ഞങ്ങൾ കൊടങ്ങാള കുടുംബക്കാർ ഇമ്മാരി പണി കാണിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അതെ. അയ്യേ, മുക്ക് കൊണ്ട് വരുന്ന എന്തായാലും 2 മുക്ക് ടീം തന്നെ. മുക്ക് അമ്മായി ഇങ്ങോട്ട് നോക്ക. മുക്ക് ദേവന് മുക്ക് ദേവത. വിട്ടുകയറും.